വീണ്ടും വാർത്തകളിലേക്ക്. എടത്തിരുത്തി സെന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ സംഘടനാ പൊതുയോഗവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് അതിന്റെ സെന്റിനറിയിലേക്ക് വരികയാണ്. ഞാനിന്ന് ഗവൺമെന്റ് ഉള്ളിലെ ഇവിടെ സിസ്റ്റം കൂടെ നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഗവൺമെന്റിൽ പഠിക്കാൻ വന്ന കുട്ടികൾ വളരെ ഭാഗ്യമുള്ള കുട്ടികളാണ്. കാരണം ആ ഗവൺമെന്റിനകത്തുള്ള അതിൻ്റെ പഴമയിലൂടെ ഇടുങ്ങിയ കോണിപ്പടികളും ഇടനാഴിയിലൂടെയുള്ള നടത്തവും അതൊക്കെ കൂടെ പഠിച്ച കുട്ടികളെ സംബന്ധിച്ച് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അവർക്കൊരു നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇവിടെ പഠിച്ചു പോയ കുട്ടികൾക്കും അതിവിടെ വന്ന് കാണുമ്പോൾ ഒരു പ്രത്യേകമായൊരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ PTA ഇരിക്കുന്ന പല അമ്മമാരും ഒരുപക്ഷെ ഇവിടെ പഠിച്ചവരായിരിക്കും. അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ഈ അന്തരീക്ഷം ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പഴമയുടെ ഒരു അന്തരീക്ഷമുള്ളത്. ഒരിക്കലും 100ാം വർഷം ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്യുക പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് പുതിയത് പണിയുക എന്നുള്ളതാണ്. എനിക്ക് സിസ്റ്റർമാരുടെ അഭ്യർത്ഥിക്കാനുള്ളത് ഈ പഴയതൊന്നും പൊളിക്കരുത് എന്നുള്ളതാണ്. ഇതിൻ്റെ ആ ഒരു പാരമ്പര്യ മഹിമ നിലനിർത്തക്ക വിധത്തിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. കാരണം PTA പ്രസിഡന്റ് വിൽസൺ അറക്കൽ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപിക സിസ്റ്റർ മീറ, +2 വിഭാഗം പ്രിൻസിപ്പാൾ സിസ്റ്റർ മേരി ലിൻസ്, ജോസ് മഴുവഞ്ചേരി, MJ റാഫി, അംബുജം രാജ്, സിസ്റ്റർ സൗമ്യ, സിസ്റ്റർ ജാൻസീന എന്നിവരും സംസാരിച്ചു. MLA നൽകിയ കമ്പ്യൂട്ടറുകളുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി ഗുണഭോക്താക്കൾക്കുള്ള ചികിത്സാ സഹായവും വിവാഹ ധനസഹായവും വിതരണം ചെയ്തു. 38 പേർക്ക് വിവാഹ ധനസഹായമായി 19 ലക്ഷം രൂപയും 14 പേർക്ക് ചികിത്സാ സഹായമായി 1,29,000 രൂപയുമാണ് നൽകിയത്. തോമസ് ഉണ്ണിയാടൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ശങ്കരനാരായണൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, VA ഷാജു, KK ഭാനുമതി എന്നിവരും സംസാരിച്ചു. കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായരെയും പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് മൂഞ്ഞിലിയെയും ചടങ്ങിൽ ആദരിച്ചു. PC ചാക്കോ MP ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി MS അനിൽകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ ബെൻസി ഡേവിഡ്, ആന്റോ പെരുമ്പള്ളി, KK ശോഭനൻ എന്നിവരും സംസാരിച്ചു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. സാമൂഹിക സേവന സംഘടനയായ നീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. തോമസ് ഉണ്ണിയാടൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജാതവേദൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ CD വർഗീസ് ക്ലാസ് എടുത്തു. ബോബി ജോസ്, MN തമ്പാൻ, NV രാധ എന്നിവരും സംസാരിച്ചു. കേരള മഹിളാ സംഘം എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ദിനവും വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണവും ഞായറാഴ്ച നടത്തും. ചന്ദ്രാപിന്നി ഗവൺമെന്റ് LP സ്കൂളിൽ ഉച്ചതിരിഞ്ഞ് 2:30 അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മഹിളാ സംഘം പ്രസിഡന്റ് ഷീല സോമസുന്ദരൻ അധ്യക്ഷയാകും. KP സന്ദീപ്, അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, ഷീല വിജയകുമാർ, M സ്വർണലത, RK ബദറുദ്ദീൻ, TN തിലകൻ, സുഭദ്ര ശക്തിധരൻ എന്നിവരും പങ്കെടുക്കും. ചന്ദ്രാപിന്നി ഈസ്റ്റ് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷം ഞായറാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് തിരുനാൾ ദിവ്യബലി, സന്ദേശം എന്നിവ ഉണ്ടാകും. രൂപത വൈസ് ചാൻസലർ ഫാദർ ജോജു കുറ്റിക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, ഊട്ടുസദ്യ എന്നിവയും ഉണ്ടാകും. കുളിമുട്ടം പ്രാണിയാട് മഹല്ല് വെൽഫെയർ അസോസിയേഷൻ രൂപീകരണ പ്രഖ്യാപനവും പഠനോപകരണ വിതരണവും ഞായറാഴ്ച നടക്കും. വൈകിട്ട് 4 മണിക്ക് ശിഹാബുൽ മില്ലത്ത് മദ്രസ ഹാളിൽ KP ധനപാലൻ MP ഉദ്ഘാടനം ചെയ്യും. NM അബ്ദുൽ ഖാദർ അധ്യക്ഷനാകും. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA, ES മുഹമ്മദ് അലി എന്നിവർ മുഖ്യ അതിഥികളാകും. ഇസ്ലാമും സാമ്പത്തിക നീതിയും എന്ന വിഷയത്തിൽ ഡോക്ടർ സുബൈർ ഹുദവി ക്ലാസ് എടുക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയും സ്വകാര്യ ഏജൻസികൾ മുഖേനയും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്കായി ജൂൺ 23 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കൈപ്പമംഗലം MICയിൽ ഹജ്ജ് പഠന ക്യാമ്പ് നടത്തുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കോട്ടുമല ബാപ്പു മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഗൈഡ് വിതരണവും ഹജ്ജ് ട്രെയിനർമാർക്കുള്ള പഠന ക്ലാസും ക്യാമ്പിൽ വെച്ച് നിർവഹിക്കുന്നു. ദേശീയ ശ്രദ്ധയാകർഷിച്ച പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിന്റെ മുഖ്യ പരിശീലകനും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗവുമായ അബ്ദുസമദ് പൂക്കോട്ടൂർ ക്ലാസിന് നേതൃത്വം നൽകും. എടത്തിരുത്തി സർദാർ വായനശാലയ്ക്ക് സമീപം പുത്തൂർ രാമകൃഷ്ണന്റെ ഭാര്യ നളിനി നിര്യാതയായി. 76 വയസ്സായിരുന്നു. കുട്ടൻ, വത്സൻ, ബാലൻ, രാജൻ, അശോകൻ, സതി, ജോഷി എന്നിവർ മക്കളും ലളിത, രാജശ്രീ, ശ്യാമള, പ്രസന്ന, സന്ധ്യ, വേണു, ഡെസ്സി എന്നിവർ മരുമക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകൾ. നല്ല മനുഷ്യനായി മാറ്റപ്പെടുകയാണ് വായനയിലൂടെ സംഭവിക്കുന്നതെന്ന് കവി രാവുണ്ണി.
എടത്തിരുത്തി സെന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ പൊതുയോഗം VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ കോടംകുളം പുളിച്ചിറ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.